അസ്ത്ര തേജസ. അസ്ത്രം കൊണ്ട് അസ്ത്രം നശിപ്പിക്കുക. അർജുനൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അർജുനൻ ഒരു ബ്രഹ്മാസ്ത്രത്തെ മറ്റൊരു ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കുന്നത്. വളരെ അങ്ങനെ ഒരു മഹാഭാരതത്തിൽ പറയുന്നത്, എവിടെ ബ്രഹ്മാസ്ത്രങ്ങൾ നശിപ്പിക്കാൻ പാടില്ല പൊതുവേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രഹ്മാസ്ത്രം നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് 12 വർഷം കൃഷി ചെയ്യാൻ പറ്റില്ല അത്രേ. അത്ര അഗ്നി അവിടെ ഉണ്ടാവുമെന്നും ആ ഭൂമി ദഹിച്ചു പോകും അത്രേ. അതുകൊണ്ടാണ് ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കുക. അപ്പം എത്ര ഉഗ്രമായിരിക്കണം ആ അസ്ത്രങ്ങളൊക്കെ. അതൊക്കെ പറയണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ റോക്കറ്റ് മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങോട്ടൊന്ന് സ്കഡ് അയച്ചാൽ അങ്ങോട്ട് വേറൊന്ന് അയക്കുന്നൊക്കെ സമ്പ്രദായം, മിസൈൽ കൊണ്ടൊക്കെ തകർക്കുന്ന സംസ്കാരം. പക്ഷെ അതിനേക്കാളും സർവശക്തിയുള്ള സംഹാരമുള്ള കഴിവുള്ള അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. ഏതായാലും ഭഗവാൻ പറഞ്ഞ പ്രകാരം അർജുനൻ ചെയ്തു. ആ ഉഗ്ര തേജസ് കണ്ടപ്പോൾ, എല്ലാവരും പേടിക്കുന്ന വിധത്തിലുള്ള തേജസ് കണ്ടപ്പോൾ അർജുനൻ മന്ത്രം ജപിച്ചു. ആ 2 അസ്ത്രങ്ങളെയും അർജുനൻ ഉപസംഹരിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി ഒരു പശുവിനെ കെട്ടുന്നത് പോലെ അവിടുന്ന് വലിച്ചു കൊണ്ടുവരികയാണ്. തദാഹൃതം പാശവൽ പാശബദ്ധം അവാമുഖം കർമ്മജുഗുപ്സിതേനാം നിരീച്ച കൃഷ്ണാപകൃതം ഗുരോസുതം പാമസ്വഭാവ കൃപയാ നനാമച. ഭഗവാൻ കൊല്ലു അർജുന. കാരണം മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ചടം. ഉറങ്ങിക്കിടക്കുന്നവരെ കൊന്ന ഇവൻ ബ്രാഹ്മണപുത്രനായാലും ശരി, നോക്കി നിൽക്കണ്ട, വെട്ടിക്കോളൂ, കൊന്നോളൂ പറഞ്ഞു. ഭഗവാൻ കൊല്ലാൻ പെർമിഷൻ കൊടുത്തിട്ടും അർജുനൻ കൊന്നില്ല. കാരണം അർജുനൻ അപ്പോഴും ഒരു തോന്നല്, എത്രയൊക്കെയായാലും എന്നെ വിദ്യ പഠിപ്പിച്ച ഗുരുവല്ലേ. അർജുനൻ കയറുകൊണ്ട് കെട്ടി പശുവിനെ പോലെ കെട്ടിക്കൊണ്ടുവന്ന് പാഞ്ചാലിയുടെ മുന്നിൽ കൊണ്ടു നിർത്തി. ഇനിയാണുള്ള രംഗം. പാഞ്ചാലി തൻ്റെ 5 പുത്രന്മാരെ കൊന്ന അശ്വത്ഥാമാവിനെ കാണുന്നു. സാധാരണ ഒരു സ്ത്രീക്ക് കാണാനുള്ള ശക്തി ഉണ്ടാവോ? വളരെ പ്രയാസമാണ്. തൻ്റെ 5 പുത്രന്മാരെ കൊന്ന ഒരാളെ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ തളർന്നിട്ടുണ്ടാവും അല്ലേ. എന്ന് മാത്രമല്ല ചോദിക്കും, നീ എന്തിനീ പ്രതികാരം എന്നോട് ചെയ്തു, എന്തിനീ കുട്ടികളെ കൊന്നു, നിനക്ക് എന്ത് നേട്ടമുണ്ടായി എന്നൊക്കെ കരയും. ഇവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാഞ്ചാലി പറയുന്ന വാക്കുകളുണ്ടല്ലോ, അർജുനന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നു, ഉവാചാസഹന്ത്യസ്യ ബന്ധനാനയനം സതി മുച്യതാമേഷ രാമണോ നിതരം കുരു. അർജുനന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അശ്വത്ഥാമാവിന്റെ കാലുകൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് മുച്യതാം കെട്ടഴിച്ചു വിടൂ. രാമണോ ഒരു വശത്ത് ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്, മറുവശത്ത് ഗുരുതുല്യനാണ്. പാഞ്ചാലി തളരും എന്ന് പ്രതീക്ഷിച്ചവർക്കൊന്നും പാഞ്ചാലി തളർന്നു കണ്ടില്ല. തളരുന്നതിന് പകരം തൻ്റെ പുത്രന്മാരെ കൊന്നവനോട് പോലും ഒരു ബഹുമാനം ആർക്കുണ്ടായി? പാഞ്ചാലിക്കുണ്ടായി. എന്നിട്ട് ഇനി പറയുന്ന വാക്കുകളാണ് പറയുന്നത്. മാരോദീതസ്യ ജനനി ഗൗതമീ പതിദേവതാം യദാഹം മൃതവത്സാർത്താം രോതുമ്യശ്രുമുഖീമുഹു. അർജുന, ആര്യപുത്ര, ഞാനോ പുത്രന്മാര് മരിച്ചതിൻ്റെ വേദന അനുഭവിക്കണം. ഇനി എന്തിനിതേ വേദന ആ ദ്രോണാചാര്യ പത്നിയായ ആ ദേവിക്ക് കൊടുക്കണം? ആ ഗൗതമി എന്തിന് വേദന അനുഭവിക്കണം? അതുകൊണ്ട് അമ്മയെ വേദനിപ്പിക്കരുത്. ഇനി ഒരിക്കലും യൈ കോപിതം ബ്രഹ്മകുലം രാജന്യകര അകൃതാത്മഭി തത്കുലം പ്രതികർത്യാശു സാനുബന്ധം ശുചാർപ്പിതം. ആ കുലത്തെ എന്തിന് നശിപ്പിക്കണം അർജുനൻ? നശിപ്പിക്കരുത്, കെട്ടഴിച്ചു വിടൂ, അഴിച്ചു വിട്ടേക്കൂ. തൻ്റെ 5 പുത്രന്മാരെ കൊന്ന അശ്വത്ഥാമാവിനോട് അല്പം പോലും പ്രതികാരമല്ല തോന്നിയത്, ആദരവാണ് പാഞ്ചാലിക്ക് തോന്നിയത്. ഈ മനസ്സെല്ലാവർക്കും വരുമോ? പ്രതികാരം വരുന്നത് എപ്പോഴും ദുർബല മനസ്സിൽ നിന്നാണ്. ദുർബല മനസ്സുള്ളവർക്കേ പ്രതികാരം വരുള്ളൂ. ശക്തമായ മനസ്സുള്ളവർക്കൊന്നും എന്ത് വരില്ല? ഒരിക്കലും പ്രതികാരം വരില്ല. ഈ ലോകം അങ്ങനെയാണ്. നല്ല മനസ്സുള്ളവർക്ക് ഒരിക്കലും പ്രതികാരം വരില്ല. ദ മോർ വി ആർ സ്ട്രോങ്, ദ മോർ വി ആർ വിത്ത്സ്റ്റാൻഡ് വിത്ത് എവറിത്തിങ് ആണ്. പക്ഷെ മനസ്സ് സ്ട്രോങ് ആവണമെങ്കിൽ എന്ത് വേണം? മനസ്സ് സ്ട്രോങ് ആവണമെങ്കിൽ മനസ്സ് ഒറ്റപ്പെടരുത്. മനസ്സിൻ്റെ കൂടെ എപ്പോഴും ഭഗവാൻ വേണം. പാഞ്ചാലിയെ സംബന്ധിച്ച് അതീവ ഭാഗ്യം പാഞ്ചാലി ചെയ്തിട്ടുണ്ട്. എന്താ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ സംസ്കാരമുണ്ട്. കൃഷ്ണനായിട്ട് ആ കാണുന്ന സമയത്ത്
കൃഷ്ണൻ്റെ മഹിമ കണ്ട അന്ന് മുതൽക്ക് മനസ്സിലായി, കൃഷ്ണൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല. കൃഷ്ണൻ എന്ന് പറയുന്നത് തൻ്റെ ആത്മാവ് തന്നെയാണ്, തൻ്റെ ഗുരുവാണ്, തൻ്റെ ആരാധനമൂർത്തിയാണ്. അന്നു മുതൽ കൃഷ്ണനെ തൻ്റെ മനസ്സിൽ ആരാധിച്ചു. ശരീരം കൊണ്ട് പാണ്ഡവരോടും മനസ്സുകൊണ്ട് കൃഷ്ണനോടും അടുത്ത മഹതിയാണ് ആര്? പാഞ്ചാലി. അതിന് ഏറ്റവും നല്ലൊരു അനുഭവമാണ് ചൂതുകളി. ചൂതുകളിച്ച് പണയം വയ്ക്കുമ്പോൾ പാണ്ഡവന്മാർ അവരവരെ തന്നെ പണയം വെച്ച് അവസാനം ധർമ്മപുത്രനോട് ഇനി എന്താണ് പണയം വയ്ക്കാനുള്ളത്, തൻ്റെ പത്നിയെ പണയം വയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ ധർമ്മപുത്രൻ നാണമില്ലാതെ പാഞ്ചാലി പണയം വെച്ചു. പാണ്ഡവന്മാരുടെ വസ്ത്രമെല്ലാം അഴിച്ചു വാങ്ങി മരവുരി ഉടുപ്പിച്ചു. കാരണം ദാസന്മാരാണ്, സേവകന്മാരാണ്, ജോലിക്കാരാണ്, അവർ അടിയാളന്മാരാണ്. പാഞ്ചാലി കൊണ്ടുവരാൻ പറഞ്ഞു. പാഞ്ചാലി വിവരം പറഞ്ഞു, ഇന്ന് എന്നെ കൊണ്ടുവരരുത്, ഇന്ന് ഞാൻ പുറത്തായ ദിവസമാണ്. കേട്ടില്ല, പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. പാഞ്ചാലി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പണയം വയ്ക്കപ്പെട്ട ഒരാൾക്ക് പണയം വയ്ക്കപ്പെടാത്ത ഒരാളെ പണയം വയ്ക്കാൻ അധികാരമുണ്ടോ? ആരും ഉത്തരം പറഞ്ഞില്ല. ഭീഷ്മ പിതാമഹൻ ഉത്തരം പറഞ്ഞില്ല, വിദുരർ ഉത്തരം പറഞ്ഞില്ല, കൃപാചാര്യർ ഉത്തരം പറഞ്ഞില്ല, ദ്രോണാചാര്യർ ഉത്തരം പറഞ്ഞില്ല. ദുര്യോധനൻ തുടയിൽ തട്ടിക്കൊണ്ട് പറയും, ചോദിക്കൂ നിന്റെ ഭർത്താവിനോട് എന്നാണ്. ധർമ്മപുത്രർക്ക് തലകുനിക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും പാഞ്ചാലി തളർന്നില്ല. തൻ്റെ ഭർത്താക്കന്മാർ തന്നെ അപമാനിക്കുന്ന രീതിയിൽ കർമ്മം ചെയ്തിട്ടും തളർന്നില്ല. അവിടെ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ പാഞ്ചാലി ഭർത്താക്കന്മാരുടെ നേരെയല്ല നോക്കുന്നത്. ആണോ? നോക്കിയത് മുഴുവൻ കൃഷ്ണൻ്റെ മനസ്സിൽ മുഴുവൻ കൃഷ്ണൻ്റെ വിചാരത്തിലായിരുന്നു. നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ടല്ലോ ജീവിതത്തിൽ. പാഞ്ചാലി കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. മനസ്സിനെ ആർക്കും വിട്ടുകൊടുക്കരുത്. മനസ്സുകൊണ്ട് ബന്ധമുണ്ടാക്കേണ്ടത് ഭഗവാനോട് മാത്രം. കാരണം ചുറ്റുപാടിനും കുടുംബാംഗങ്ങൾക്കും ഒക്കെ നമ്മുടെ മനസ്സിനെ ചിലപ്പോഴൊക്കെ തളർത്താൻ സാധിക്കും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകൃതിയുടെ സ്വഭാവം അതാണ്. പ്രകൃതി അങ്ങനെയാണ്. പക്ഷെ ആരൊക്കെ നമ്മളെ തളർത്തിയാലും എങ്ങനെയൊക്കെ നമ്മളെ തളർത്തിയാലും തളരണോ തളരണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഏത് മനസ്സാണോ മറ്റുള്ളവരുമായി ബന്ധമുണ്ടാക്കി അവർ തന്നെയാണ് സുഖവും സന്തോഷവും തരുന്നതെന്ന് കരുതി കഴിഞ്ഞാൽ അവർക്ക് തളരാനേ സമയമുണ്ടാവുള്ളൂ. എന്നാൽ ഏതൊരു മനസ്സാണോ ഭഗവാനെ തന്നെ മുറുകെ പിടിക്കുന്നത് അവർക്ക് മനസ്സിലാവും ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ദോഷം, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം. അത് വന്നേ പറ്റുള്ളൂ. ഞാൻ ചെയ്തത് എനിക്ക് തിരിച്ചു വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ കരഞ്ഞതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ പ്രതികാരം കാണിച്ചതുകൊണ്ടോ കാര്യമില്ല. അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവും. ഇതാ പാഞ്ചാലിക്ക് അത് കഴിഞ്ഞു. പാഞ്ചാലി പറയണു, കൊല്ലരുത്. ധർമ്മപുത്രര് പാഞ്ചാലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ ധർമ്മ്യം ധർമ്മ്യം ന്യായം. എത്ര ന്യായമാണ് പറയുന്നത്. കരുണം നിർവിളീകം സമം മഹൽ. ഓ ഈശ്വര ഈശ്വര, ഇത്രയും മഹത്വം പാഞ്ചാലിയുടെ മനസ്സിനുണ്ടല്ലോ. ഈ പ്രതികാരമില്ലാത്തൊരു മനസ്സ് പാഞ്ചാലിയുടെ മനസ്സിനുണ്ടല്ലോ. ആദരവോടെ കൈകുപ്പി പാഞ്ചാലി. ഭർത്താക്കന്മാരായ ഞങ്ങളെക്കാളും എത്രയോ ഉന്നതിയിലിരിക്കുന്നു പാഞ്ചാലിയുടെ മനസ്സ്. കൈകുപ്പി. ആ സമയത്ത് നകുലനും സഹദേവനും പറഞ്ഞു, ജ്യേഷ്ഠൻ പറഞ്ഞതാണ് ശരി. പാഞ്ചാലിയുടെ മനസ്സ് നമ്മുടെയൊക്കെ മനസ്സിനേക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ്. ആ സമയത്ത് ഭീമസേനൻ പറഞ്ഞു, അർജുന, നമ്മൾ ക്ഷത്രിയരാണ്. പ്രതിജ്ഞ ചെയ്താൽ പ്രതിജ്ഞ പാലിക്കണം. കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുന പാലിക്കൂ. വെട്ടിക്കളയും അവൻ്റെ ശിരസ്. ധർമ്മപുത്രര് വെട്ടരുതെന്ന് പറയുന്നു. പാഞ്ചാലി വെട്ടരുതെന്ന് പറയുന്നു. നകുലനും സഹദേവനും വെട്ടരുതെന്ന് പറയുന്നു. ഭീമസേനൻ തലവെട്ടാൻ പറയുന്നു. അർജുനൻ കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി, എന്താ വേണ്ടത്? ഭഗവാൻ അർജുനനോട് പറയാണ്, ഇവൻ ഗുരുവിൻ്റെ പുത്രനാണ്, ജന്മം കൊണ്ട് ബ്രാഹ്മണനുമാണ്, അതുകൊണ്ട് വെട്ടാൻ പാടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഭീമസേനൻ പറഞ്ഞതുപോലെ നീ പ്രതിജ്ഞ ചെയ്തതുപോലെ വെട്ടുകയും ചെയ്തോളൂ. കേമായില്ലേ? നല്ല ഉപദേശം. ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കളികളുണ്ട്. അതാണ് ഭഗവാന്റെ രസം, മഹത്വവും. എങ്ങനെയാ ഭഗവാനെ ഫെവിക്കോൾ കൊണ്ട് വെട്ടി എന്നുവെച്ചാൽ വെച്ചിട്ട് വീണ്ടും ഒട്ടിക്കാൻ? എങ്ങനെയത്? അർജുനൻ്റെ കാര്യം മനസ്സിലായി, എന്താ ഭഗവാൻ ഉദ്ദേശിച്ചത്. പ്രതിജ്ഞ നിറവേറുകയും വേണം, എന്നാൽ പാഞ്ചാലി പറഞ്ഞ പോലെ സംഭവിക്കുകയും വേണം. അർജുനൻ എന്ത് ചെയ്തു അത്രേ? ആ അശ്വത്ഥാമാവിൻ്റെ ശിരസിൽ ഒരു മണിയുണ്ടായിരുന്നു, ചൂടാമണി.
അതോടുകൂടി അശ്വത്ഥാമാവിൻ്റെ മുടി മുറിച്ചെടുത്തു എന്നാണ്. പണ്ട് കാലത്ത് ബ്രാഹ്മണരുടെ മുടി മുറിച്ചെടുത്താൽ, നമ്മുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു, പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നൊക്കെയുള്ള ചടങ്ങുണ്ടല്ലോ അല്ലേ? അവർ മരിച്ചതിന് തുല്യരാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു അതൊക്കെ, പടിയടച്ച് പിണ്ടം വയ്ക്കലൊക്കെ. അങ്ങനെയൊക്കെ ആ മുടി മുറിച്ചെടുത്ത് അപമാനിച്ചു വിട്ടപ്പോൾ അർജുനൻ ദ്രോണപുത്രനെ കൊന്നതിന് സമമായി. അത് കഴിഞ്ഞ് പാണ്ഡവർ തിരിച്ചു വന്നു. കുട്ടികളുടെയൊക്കെ ആ ശവമൊക്കെ ഡിസ്പോസ് ചെയ്തു, അല്ലെങ്കിൽ ദഹിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവർ താമസിക്കുന്ന സമയം ഭഗവാൻ പറഞ്ഞു, ഇനി എന്നെ നിങ്ങൾ പിടിച്ചു നിർത്തരുത്, എനിക്ക് പോകണം. ഭഗവാൻ, എത്ര കാലം ഞാനിവിടെ നിൽക്കുന്നു, ഇനി എനിക്കും തിരിച്ചു പോകണമല്ലോ ദ്വാരകയിലേക്ക്. നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നടന്നു, ഇനി നിങ്ങൾ രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പോവാൻ നിൽക്കുമ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. പറയുന്നു, ഗന്ധം കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേപിതാവന്തിം ഉത്തരാം ഭയവിക്കലം. ഭഗവാൻ പോവാനായി തയ്യാറായി നിൽക്കുമ്പോൾ, രഥത്തിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ മുന്നിലേക്ക് വരുന്നു മറ്റൊരു ദേവി. ഭഗവാന്റെ സഹോദരിയായിരിക്കുന്ന സുഭദ്രയുടെ പുത്രനായിരുന്നു അഭിമന്യു. അഭിമന്യുവിൻ്റെ പത്നിയാണ് ഉത്തര. ആ ഉത്തര വരുന്നതോ പേടിച്ച് ഭയവിഹ്വലയായിക്കൊണ്ടാണ് വരുന്നത്. പേടിച്ച് വിറച്ചിട്ടുണ്ട്, ആകെ വിളറിയിട്ടുണ്ട് ആള്. ഭഗവാന്റെ മുന്നിലെത്തിയതും കൈകൂപ്പിക്കൊണ്ട് കാൽക്കൽ വീണുകൊണ്ട് പറയുന്നു, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശം ശരത്തപ്തായസോ വിഭോ കാമം ദഹ്തുമാം നാദ മാമേ ഗർഭോദ്ഭാത്യതം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ ന അന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഭഗവാനെ, കത്തിജ്വലിച്ചുകൊണ്ട് ഉഗ്ര തേജസ്സോടുകൂടി എൻ്റെ ഗർഭത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നു ഒരു അസ്ത്ര തേജസ്സനിലേക്ക് വരണം. എനിക്കൊരപേക്ഷയുള്ളൂ, അങ്ങേ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ന അന്യം അഭയം പശ്യേ, അങ്ങല്ലാത്തൊരഭയം ഇന്ന് എൻ്റെ മുന്നിലില്ല. അങ്ങ് മാത്രമേ ഉള്ളൂ എനിക്ക് രക്ഷിക്കാൻ, എന്നെ കാത്തുരക്ഷിക്കാൻ. ഭഗവാനെ, ഞാൻ ഒരു അപേക്ഷ വയ്ക്കുകയാണ്, എൻ്റെ ഗർഭം നശിക്കരുത്, എൻ്റെ ഉണ്ണിക്കൊന്നും സംഭവിക്കരുത്. ഇനി ആ അസ്ത്രത്തിനൊരാളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലോ കാമം ദഹതുമം നാദ, ഈ ശരീരം കത്തിച്ചോട്ടെ ഭഗവാനെ, ഈ ശരീരം കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ എൻ്റെ ഉണ്ണിയെ കൊണ്ടുപോകാൻ പാടില്ല. ആ ഉണ്ണിയെ തന്നെ എന്നെ രക്ഷിക്കണം. ഈ കുലത്തിന് ഇനി ഒരേ ഒരു സന്താനം ആ ഉണ്ണി മാത്രമേ ഉള്ളൂ. എല്ലാവരും പോയി കഴിഞ്ഞു ഭഗവാനെ, അവിടുന്ന് അല്പം കാരുണ്യം എന്നോട് കാണിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ പാഞ്ചാലിയുടെ 5 പുത്രന്മാരെ രക്ഷിച്ചില്ല. പാവം ഉത്തരയുടെ പുത്രനായ അഭിമന്യുവിനെ രക്ഷിച്ചില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ അഭിമന്യുവിൻ്റെ മരണത്തിന് കാരണം കൃഷ്ണൻ തന്നെയാണ്. അർജുനൻ സുഭദ്രയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് ഭഗവാൻ അർജുനന് പത്മവ്യൂഹം ചമയ്ക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അർജുനൻ ഉറങ്ങിപ്പോയി. ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഉള്ളിലിരുന്നു കൊണ്ടൊരു മൂളക്കം. ഭഗവാന് മനസ്സിലായി, അർജുനനല്ല കേൾക്കുന്നത്, സുഭദ്രയുടെ ഗർഭത്തിലിരുന്നു കൊണ്ട് അഭിമന്യു കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിധി യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കണം എന്നുള്ളതാണ്. ഭഗവാൻ വ്യൂഹം ചമയ്ക്കുന്നത് വരെ പറഞ്ഞു, അവിടെ വെച്ച് ഭഗവാൻ നിർത്തിക്കളഞ്ഞു. അതുകൊണ്ട് അഭിമന്യു ഒരിക്കലും പത്മവ്യൂഹം ചമയ്ക്കുന്ന അറിവ് ദ്രോണാചാര്യയിൽ നിന്ന് പഠിച്ചെടുത്തിട്ടില്ല, സ്വന്തമുള്ള കഴിവാണ്. ഭഗവാൻ അറിയാമായിരുന്നു അഭിമന്യു അങ്ങനെ മരിക്കുന്നുള്ളത്. അന്ന് രക്ഷിച്ചില്ലേ ഭഗവാൻ, സ്വന്തം സഹോദരിയുടെ ഏകപുത്രൻ. ഇന്നിതാ ആ സഹോദരിയുടെ പുത്രൻ്റെ ഭാര്യ തൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് ഉണ്ണിയെ രക്ഷിക്കുമെന്ന്. ഭഗവാന്റെ ഉള്ളിൽ കാരുണ്യം പ്രകടമായി. ഭഗവാന് മനസ്സിലാവുന്നുണ്ട്, ഈ ഉണ്ണിയിലൂടെ വേണം ലോകം ഭാഗവതത്തെ മനസ്സിലാക്കാൻ, ഈ ഉണ്ണിയിലൂടെ വേണം ജനങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ. ഭഗവാൻ എന്ത് ചെയ്തു? അത്രയും ലീലയാടിയാണ്. തൻ്റെ പൗത്രിക്ക് തുല്യമായ ഉത്തരയെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ. ധൈര്യം കൊടുത്തു. ഭഗവാൻ ലീലയാടി.